എല്ലാവർക്കും കുറഞ്ഞ നിരക്കിൽ ഇൻ്റർനെറ്റ് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച കേരള ഫൈബർ ഒപ്റ്റിക് ലിമിറ്റഡ് കെ-ഫോൺ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. കേരള സർക്കാരിന് കീഴിൽ PSSC പരീക്ഷയില്ലാതെ കെ-ഫോണിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ മികച്ച ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വിവിധ കാറ്റഗറിയിൽ ആയിട്ട് 7 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യമായി അപേക്ഷിക്കാം. കേരള ഫൈബർ ഒപ്റ്റിക് ലിമിറ്റഡ് പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 7 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓരോ തസ്തികയിലും വരുന്ന ഒഴിവുകൾ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. ഈ ഒഴിവുകളിൽ തന്നെ റിസർവേഷൻ വരുന്നുണ്ടോ എന്നറിയാൻ ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾ വായിച്ചു നോക്കണം. തസ്തികയുടെ പേര്: 1 കമ്പനി സെക്രട്ടറി, ഒഴിവുകളുടെ എണ്ണം 1. 2 മാനേജർ കംപ്ലയൻസ് ആൻഡ് ലീഗൽ, 1 ഒഴിവ്. മാനേജർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ആൻഡ് MD, 1 ഒഴിവ്. അസിസ്റ്റൻറ്റ് മാനേജർ സിസ്റ്റം അഡ്മിൻ കം നെറ്റ്വർക്ക്, 1 ഒഴിവ്. ഫൈനാൻസ് അസിസ്റ്റൻറ്റ്, 1 ഒഴിവ്. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ്, 1 ഒഴിവ്. ക്ലർക്ക്, 1 ഒഴിവ്. കേരള ഫൈബർ ഒപ്റ്റിക് ലിമിറ്റഡ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃത ഇളവുകൾ നൽകിയിട്ടുണ്ട്. സ്ക്രീനിൽ നൽകിയിരിക്കുന്ന ജനറൽ OBC വിഭാഗക്കാർക്കുള്ള പരമാവധി പ്രായപരിധി മാത്രമാണ്. കമ്പനി സെക്രട്ടറി പ്രായപരിധി 30 തൊട്ട് 50 വയസ്സ് വരെ. മാനേജർ കംപ്ലയൻസ് ആൻഡ് ലീഗൽ 30 തൊട്ട് 50. മാനേജർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 30 തൊട്ട് 50. അസിസ്റ്റൻറ്റ് മാനേജർ 30 തൊട്ട് 40. ഫൈനാൻസ് അസിസ്റ്റൻറ്റ് 23 തൊട്ട് 35 വയസ്സ് വരെ. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് 23 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെ. ക്ലർക്ക് 23 തൊട്ട് 35 വയസ്സ് വരെ. വിദ്യാഭ്യാസ യോഗ്യത: കമ്പനി സെക്രട്ടറി LLB അല്ലെങ്കിൽ MCOM അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ PGDM. പ്രവൃത്തി പരിചയം കുറഞ്ഞത് 10 വർഷം. മാനേജർ കംപ്ലയൻസ് ആൻഡ് ലീഗൽ യോഗ്യത: അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും LLB ബിരുദം. പ്രവൃത്തി പരിചയം കുറഞ്ഞത് 5 വർഷം. മാനേജർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ആൻഡ് MD യോഗ്യത: BTech ബിരുദം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്കൽ എഞ്ചിനീയറിംഗ്. MBA. പ്രവൃത്തി പരിചയം കുറഞ്ഞത് 5 വർഷം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. പുറത്ത് കുറഞ്ഞത് 1 വർഷമെങ്കിലും സാങ്കേതികമായി പരിചയം. അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ടെക്നിക്കൽ MD അല്ലെങ്കിൽ CEO വരെയുള്ള എക്സിക്യൂട്ടീവ്. അസിസ്റ്റൻറ്റ് മാനേജർ സിസ്റ്റം അഡ്മിൻ കം നെറ്റ്വർക്ക് യോഗ്യത: BTech IT കമ്പ്യൂട്ടർ സയൻസ് MCSAയിൽ നിന്നുള്ള സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ RHCE അല്ലെങ്കിൽ VMware അല്ലെങ്കിൽ CCNA അല്ലെങ്കിൽ JNCIA അല്ലെങ്കിൽ സ്റ്റോറേജ് ആൻഡ് ബാക്കപ്പ് അല്ലെങ്കിൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഡാറ്റാബേസ് അനുഭവം. 5 വർഷത്തെ പ്രവൃത്തി പരിചയം. ഫൈനാൻസ് അസിസ്റ്റൻറ്റ് യോഗ്യത: കൊമേഴ്സിൽ ബിരുദം, ബിരുദാനന്തര ബിരുദം. കൊമേഴ്സ്. പ്രവൃത്തി പരിചയം 3 വർഷത്തെ പ്രവൃത്തി പരിചയം. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് യോഗ്യത: ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം. പ്രവൃത്തി പരിചയം 3 വർഷം. ക്ലർക്ക് യോഗ്യത: ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം. പ്രവൃത്തി പരിചയം 1 വർഷത്തെ പ്രവൃത്തി പരിചയം. കേരള ഫൈബർ ഒപ്റ്റിക് ലിമിറ്റഡ് റിക്രൂട്ട്മെൻറ്റ് വഴി തിരഞ്ഞെടുക്കപ്പെട്ട ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ വിവരങ്ങൾ: കമ്പനി സെക്രട്ടറി 1.5 ലക്ഷം. മാനേജർ 90,000. മാനേജർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് MD 90,000. അസിസ്റ്റൻറ്റ് മാനേജർ 75,000. ഫൈനാൻസ് അസിസ്റ്റൻറ്റ് 45,000. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് 45,000. ക്ലർക്ക് 30,000. കേരള ഫൈബർ ഒപ്റ്റിക് ലിമിറ്റഡ് റിക്രൂട്ട്മെൻറ്റ് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ സൂക്ഷ്മ പരിശോധന നടത്തുകയും യോഗ്യതയുണ്ടെങ്കിൽ അഭിമുഖത്തിനായി ക്ഷണിക്കുകയും ചെയ്യും. ഇങ്ങനെ നടത്തുന്ന അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. റിക്രൂട്ട്മെൻറ്റ് പൂർണ്ണമായും കരാറടിസ്ഥാനത്തിൽ ഉള്ളതായിരിക്കും. യോഗ്യതയുള്ള അപേക്ഷകരുടെ എണ്ണം കൂടുകയാണെങ്കിൽ സ്ക്രീനിംഗ് ഉൾപ്പെടെയുള്ള പ്രക്രിയകൾ ഉൾപ്പെടുത്തും.
കേരള ഫൈബർ ഒപ്റ്റിക് ലിമിറ്റഡ് റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കാനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് അല്ലെങ്കിൽ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഉപയോഗിക്കാം. പൂർണ്ണമായി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രം അപേക്ഷിക്കുക. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായിട്ട് 2024 ജനുവരി 24 വരെ അപേക്ഷ സമർപ്പിക്കാം. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ടു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ആപ്ലിക്കേഷൻ ഫോം ചെയ്യുക. റിക്രൂട്ട്മെൻറ്റ് അപേക്ഷാ ഫീസ് ഒന്നും തന്നെ അടയ്ക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം അപേക്ഷ പൂർത്തിയാക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത അപേക്ഷയുടെ ഒരു പകർപ്പ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. അപ്ലൈ നൗ നോട്ടിഫിക്കേഷൻ ലിങ്ക് സ്ക്രീനിൽ കൊടുക്കുന്നു. കൊല്ലം വിക്ടോറിയ ആശുപത്രിയിൽ വിവിധ തസ്തികകളിലേക്ക് ജോലി അവസരം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജോലി വിവരങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ വഴി ജോലി നേടാം. വേക്കൻസി 1 സ്റ്റാഫ് നേഴ്സ്, 2 ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ. സ്റ്റാഫ് നേഴ്സ് യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യം. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള BSSC നഴ്സിംഗ് ബിരുദം. ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് പാസ്സായിരിക്കണം. കേരള നേഴ്സ് ആൻഡ് മിഡ് വൈഫ്സ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. 2 ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യം. DCA PGDCE ഇംഗ്ലീഷ് മലയാളം ടൈപ്പിംഗ് പരിജ്ഞാനം. ഏജ് ലിമിറ്റ് 40 വയസ്സ്. പ്രവൃത്തി പരിചയം 1 വർഷം. അഭികാമ്യം. ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം, മേൽവിലാസം, ഇമെയിൽ, മൊബൈൽ നമ്പർ എന്നിവ സഹിതം സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ തിരിച്ചറിയൽ രേഖ സഹിതം ജനുവരി 20 വൈകിട്ട് 4-നകം അപേക്ഷിക്കണം. ഫോൺ നമ്പർ 047427527000. കൊല്ലം കാനറ ബാങ്ക് റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആവശ്യമായ യോഗ്യതകൾ MS ഓഫീസിൽ വേൾഡ് ആൻഡ് എക്സൽ പ്രാവീണ്യവും അക്കൗണ്ടിങ്ങിൽ പരിജ്ഞാനവുമുള്ള ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 22 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ. ജില്ലയിലെ സ്ഥിരതാമസക്കാർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മെയിൽ വഴി ജനുവരി 15-നുള്ളിൽ അപേക്ഷിക്കണം. കൂടുതൽ വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 047425374141 9495245002. For more updates, subscribe to our channel, click the show links and enjoy watching the videos.